വേറാസ് എല്ലാവർക്കും അറിയാവുന്നൊരു വേർഡാണ്. നമ്മൾ നിത്യസംഭാഷണത്തിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് കൂടിയാണ് വേറാസ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ വെറാസ്, എന്നാൽ അതേസമയം, വെറാസ് അപ്പോൾ ബട്ട്, അതേസമയം പക്ഷേ എന്ന അർത്ഥത്തിലൊരു ഒരു കോൺട്രാസ്റ്റാണ് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഇൻ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ അത് യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ എന്നാൽ അതേസമയം, ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതേസമയം മറ്റൊരു കാര്യം എന്ന് പറയാൻ. അപ്പോൾ വേറാസ് മറക്കണ്ട. ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗം നോക്കാം. ഇവിടെ 2 ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കുക. ഹിസ് ക്വയറ്റ് വേറാസ് ഹിസ് ബ്രദർ ഇസ് ടോക്കറ്റീവ്. അവൻ ഭയങ്കര ശാന്തനാണ്, അധികം സംസാരിക്കാത്ത വളരെ ശാന്തനാണ്. ഹിസ് ക്വയറ്റ്. വേറാസ് അതേസമയം ഹിസ് ബ്രദർ ഈസ് ടോക്കറ്റീവ്. അവൻ്റെ ബ്രദർ ഭയങ്കര ടോക്കറ്റീവാണ്, ഭയങ്കര സംസാരപ്രിയനാണ്. ഓക്കെ, ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, ടോക്കറ്റീവാണ്. അടുത്ത ഉദാഹരണം നോക്കിയേ. ഷീ ലവ്സ് റീഡിങ്. അവൾക്ക് വായന ഇഷ്ടമാണ്. ഷീ ലവ്സ് റീഡിങ്. അവൾക്ക് വായന ഇഷ്ടമാണ്. വേറാസ് അതേസമയം ഐ എൻജോയ് മൂവീസ്. എനിക്കോ സിനിമയാണ് ഇഷ്ടം. മീൻസ് ഞാൻ എൻജോയ് ചെയ്യുന്നത് സിനിമയാണ്. ഷീ ലവ്സ് റീഡിങ് വേറാസ് ഐ ലവ് റീഡിങ്. വേറാസ് ഐ എൻജോയ് റീഡിങ്. അവൾ വായന ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതേസമയം എന്ന അർത്ഥത്തിലാണ് വേറാസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വേറാസ് അവൻ നന്നായി സംസാരിക്കുന്നവനാണ്, എന്നാൽ അവൻ്റെ സഹോദരി വളരെ നാണം കുണുങ്ങിയാണ്. He is very talkative, whereas his sister is quite shy. എൻ്റെ അച്ഛൻ വാർത്തയാണ് കാണാറ്, എന്നാൽ ഞാൻ പതിവായി സിനിമകളും. My father watches the news, whereas I usually watch movies. ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നു, അതേസമയം എൻ്റെ സഹോദരി പാത്രങ്ങൾ കഴുകുന്നു. I cook food, whereas my sister washes the dishes. ഞാൻ നേരത്തെ എഴുന്നേൽക്കും, എന്നാൽ എൻ്റെ സഹോദരൻ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. I wake up early, whereas my brother wakes up late. ഞാൻ ഈ മുറിയിലാണ് ഉറങ്ങുന്നത്, എന്നാൽ എൻ്റെ സഹോദരി ആ മുറിയിലാണ് ഉറങ്ങുന്നത്. I sleep in this room, whereas my sister sleeps in that room.